എടാ എന്ത് പരിപാടിയാ കാണിച്ചു ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണത്? അത് ഞാൻ ഇടിച്ചില്ലല്ലോ. നീ ഇടിച്ചില്ല, പക്ഷെ ഞങ്ങൾ ഇടിക്കുമല്ലോ. ക്ലച്ച് പിടിക്കണ്ടേ? ഇവന്റെ രണ്ട് കൈയും പിരിച്ചങ്ങ് വിട്ടാലാ? എന്നെ പിരിച്ചു വിടാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? ഇങ്ങോട്ടല്ല. എന്താടാ പിന്നെ ഫ്രണ്ട് നോക്കാൻ പറ്റൂല. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണത്? സ്പീഡിലാണോ വണ്ടി ഓടിക്കണത്? അത് ഞാനൊന്നും ചെയ്തില്ല. ഞാനൊരു 150, 160 സ്പീഡില് പതുക്കെ വരായിരുന്നു. അപ്പൊ വണ്ട് അമ്മച്ചി അങ്ങോട്ട് വെട്ടിയടിച്ച് വീണ്. നിന്റെ വണ്ടി ഇടിച്ച്? ഇല്ല, ഇടിച്ചിട്ടില്ല. അമ്മച്ചി വണ്ടി ഇടിച്ചില്ല? അമ്മച്ചി വണ്ടി ഇടിച്ചില്ല മക്കളെ, ആ വണ്ടിന്റെ കാറ്റായിട്ട് ഞാൻ തെറിച്ച് വീണതാ. വണ്ടിയുടെ കാറ്റടിച്ചപ്പോ അമ്മ താഴെ പോയി. അതെങ്ങാനും ഇടിച്ചാർന്നെങ്കിൽ അമ്മ പൊടിഞ്ഞ് കാറ്റത്ത് പറന്നു പോയത്, കരിയവനായി പോയത്. നീ ഏതാടാ? നിന്റെ വീടാ പറ. എന്റെ വീടാ മറ്റേ ശ്മശാനത്തിന്റെ മതിലിന്റെ പുറകേല്. അപ്പൊ നിനക്ക് സൗകര്യമല്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മതിലെടുത്ത് ചാടിയാ മതിയല്ലോ. എടാ അതുപോലെയാണ് അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5-8 കിലോമീറ്റർ ഞങ്ങൾ ചുമക്കണം. നിങ്ങൾ രക്ഷപ്പെട്ടില്ല. ആവശ്യത്തിന് അമ്മച്ചി ചോക്കണ്ടല്ലോ, പിന്നെ നിങ്ങൾ നോക്കണ്ടല്ലോ. അമ്മച്ചി ചോക്കണ്ട, ഞങ്ങള് നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങള് നിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ഒരു ക്ലൂ തന്നാ മതിയാ. ക്ലൂവാ? അല്ല, ഞാൻ ചോദിച്ചപ്പോഴും എനിക്ക് ക്ലൂ കിട്ടിയിട്ടുള്ളതാ. അച്ഛന്റെ പേര് പറയാ. എന്താ സുധൻ? എന്നാ സുധനാ? എന്താ സുധനല്ല, എന്നാ എന്നെ സുധൻ. എന്നെ സുധൻ? ഏതാ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി? ആ ബ്രോ തന്നെ. എടാ അവന് സൗദി അറേബ്യയിൽ എന്താ പണി? പുള്ളി ആട് ഫാമിലി ആയിട്ട് നടക്കാണ്. ആട് ഫാമിലിയാ? മുട്ടനാടാ പുള്ളി? അതല്ല, ആട് ഫാമിലി അല്ല, ആട് ഫാമില്. ആട് ഫാമിലി. അവനവിടെ ഗൾഫിൽ ആട് ജീവിതം, മോൻ ഇവിടെ വണ്ടിയും കൊണ്ട് റോഡ് ജീവിതം. എത്ര രൂപ വണ്ടിക്ക്? ഇതിന് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയുടെ വണ്ടിയാ? 2 ലക്ഷം രൂപ. അത് കൊള്ളാം. അവൻ ഗൾഫിൽ പോയിട്ട് ഒരു വീട് പോലും വെച്ചിട്ടില്ല. 2 ലക്ഷം രൂപ വണ്ടി മേടിച്ചു കൊടുത്താണ്. സംഭവം എന്താണെന്നറിയാമോ? ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് വേണമെന്ന് അച്ഛനോട് വാശി പിടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ മേടിച്ചു തരൂല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാശി പിടിച്ചു. സുധന്റെ വാശി അറിയല്ല. അപ്പൊ ഞാനെന്ത് ചെയ്ത് ഒരാഴ്ച പട്ടിണി കിടന്നു. ആ വാശിക്ക് അച്ഛൻ 2 ആഴ്ച പട്ടിണി കിടന്നു. വാശി. പക്ഷെ എന്റെ വാശി ജയിച്ചു. അവസാനം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പൈസ അച്ഛൻ. സംഭവം മനസ്സിലായ കുട്ടിയണ്ട. ഇവന്റെ അച്ഛനെ ഗൾഫിൽ 2 ആഴ്ച പട്ടിണി കിടന്നിട്ട് മിച്ചം പൈസ കൊണ്ടാണ് ഇവന് ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇപ്പൊ ശീലമായി അച്ഛന്. ഇപ്പൊ മാസത്തിൽ 4 ദിവസമൊക്കെ അച്ഛൻ പട്ടിണി എടുക്കും. EMI എടുക്കണ്ടേ? മക്കളെ തൊണ്ട നനയ്ക്കാൻ എന്താ കൊണ്ട മക്കളെ? ഒരു തുണി നനച്ചു കൊണ്ടുവരണം, അമ്മച്ചിയുടെ തൊണ്ടാക്കിടണം. തുണി നനച്ചിടാ ഞാൻ വലിച്ചെടുക്കുന്ന തൊണ്ടയ്ക്ക് നനയ്ക്കത്തിന് വെള്ളം കൊണ്ടടാ. വെള്ളം വേണോ? അനക്കൊക്കെ ഒരു മനസാക്ഷി ഉണ്ടോ? ഞാൻ ഇവിടെ കിടക്കല്ലേ, വെറും വെള്ളം എങ്ങനെയാടാ എന്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങുന്നത്? പോയിട്ടൊരു കുലുക്കി സർബത്ത് വാങ്ങിക്കൊണ്ടടാ. ബഡ്ജറ്റ് കൂട്ടിയാണ് ഇടപെട്ടത് തലവേദന. നീ ഈ വണ്ടിയൊക്കെ എടുത്ത് കത്തിക്കട്ടെ. കത്തിച്ചു വിട്ടോ. പക്ഷെ എന്നെ പോലെ കൺട്രോൾ വേണോട്ടോ. ബ്രേക്ക് ഇല്ല. ഞാൻ തന്നെ റോട്ടിൽ ഉപ്പുറ്റി വരച്ചിട്ടില്ല. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കണത്? പതിവ് ഓടിക്കാൻ പാടില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ത്രില്ലല്ലേ. പിന്നെ റോഡ് സൈഡിലൊക്കെ ബോർഡ് കണ്ടറില്ലേ, സ്പീഡ് ത്രില്ല് ബട്ടിക്കില്ല്. ഇതങ്ങനെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ത്രില്ലാണ് ഞങ്ങൾക്ക്. ഈ സമയത്ത് വണ്ടിയുടെ ഇടയിൽ കൂടി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി കിട്ടില്ല. ഇങ്ങനെ 100, 110, 100, 110 പിന്നെ വണ്ടി കൊല്ലാൻ വരുന്നേ. വണ്ടി ഇടിച്ച് അമ്മച്ചിനെ കൊല്ലാൻ നോക്കണം. ഞാൻ സെയിം ആക്സിഡന്റ് കാണിച്ചാണത്. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി ചെല്ലുമ്പോഴല്ല ഒരൊറ്റ വെട്ടിക്കലാണ്. ഇങ്ങനെ വെട്ടിക്കുമ്പോ ഈ ആൾക്കൂട്ടത്തിലുള്ള ഒരു ഞെട്ടാണ്. ഞെട്ടും. ആ ഞെട്ടല് കാണുമ്പോ ഞങ്ങൾക്ക് ത്രില്ലാണ്. അപ്പൊ ഈ ഞെട്ടലിന് വേണ്ടിയാണ് ഈ 2 ലക്ഷം രൂപ മുടക്കി നീ വണ്ടി മേടിച്ചത്. അതിന് 100 രൂപയുടെ ഓലപ്പടക്കം മേടിച്ച് പോക്കറ്റ് ഇട്ടാ പോലെ ഫോൺ വഴിക്ക് എറിഞ്ഞങ്ങോട്ട് പൊട്ടിക്കണം. അപ്പൊ ആൾക്കാർ ഞെട്ടത്തില്ലേ? ഞാൻ ഞെട്ടല് പറ്റൂല. അപ്പൊ നാട്ടുകാർ പഞ്ഞിക്കിടൂലേ. ഇത് ഞെട്ടിച്ചിട്ട് അങ്ങോട്ട് വിട്ടങ്ങോട്ട് പോകും ഞങ്ങൾ. അതൊക്കെ ഒരു ത്രില്ലാണത്. അപ്പൊ നിനക്ക് തല്ല് കിട്ടാതെ ത്രില്ല് കിട്ടണം. ഞങ്ങൾക്ക് ഒരു ത്രില്ല് വേണ്ടേ? അയ്യോ കിട്ടുന്നില്ല. കിട്ടണില്ലേ? അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വേണേ കുറച്ച് കൊണ്ടേക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ കുലുക്കി സർബത്ത് കിട്ടുന്നില്ല. ഈ സർവത്തേന്ന് പിടി വിട്ടിട്ടില്ല അമ്മച്ചി. അതെ, ഇവിടെ എങ്ങും കുലുക്കി സർവത്ത് കിട്ടൂല. കിട്ടൂല. എന്നാ വേണ്ട മക്കളെ. അതെ, നിങ്ങള് പോയിട്ട് ഒരു ഷാർജ ഷേക്ക് വാങ്ങി. ഷാർജ ഷേക്ക് വൈകും, ഫ്ലൈറ്റ് ലേറ്റ് ആവുക. ഷേക്ക് വന്നല്ലോ. ഒരു കാര്യമുണ്ട്, ഇവരിങ്ങനെ കടത്തിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും എല്ലാം കുടിക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മച്ചിയുടെ എല്ലാം കൂടെ അടിച്ചു കൊടുത്താലോ. ശരിയാണ്, വല്ലതും കിട്ടണമെങ്കിൽ കിട്ടത്തില്ല. അമ്മച്ചി അമ്മച്ചി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വല്ലതും പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. അമ്മച്ചിയുടെ കാൽപാദത്തിന് വേദന, കാൽമുട്ട് വേദന, ഇടുപ്പ് വേദന, നടുവേദന, ഉടുക്ക്, ചതവ്, അങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ കൊട്ടൻ
ചുക്കായി തല നിൽക്കാൻ പറ്റും അതിനും കൗണ്ടറാ. ഇത് കിടന്നത് നന്നായിട്ട് എഴുന്നേറ്റ് നിന്നായിരുന്നെങ്കിൽ നമ്മളെ കൗണ്ടറിനടിച്ച് കൊന്നേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എത്തി കേട്ടാ കൃത്യസമയത്ത്. അതെ, പക്ക ടൈമിങ്ങാ. അതെ ആരെയാ വണ്ടി ഇടിച്ചേ? അതായത് ഇവന്റെ വണ്ടിയാണ് അമ്മച്ചിനെ ഇടിച്ചത്. അതെ MIT എവിടെ? എന്തോ ഇവന്റെ വണ്ടി ഇടിച്ച MIT കാണുമല്ലോ ഇവിടെ. MIT കാണില്ല. ആഹാ, കള്ളിനേലും വലുതാണല്ലോ വന്നേക്കണത്. അതെ, MIT അല്ല, ഇതേ? അമ്മച്ചി. ഇവന്റെ വണ്ടി അമ്മച്ചിനെ ഇടിച്ച്. ഈ അമ്മച്ചിന് വണ്ടി ഇടിച്ചോ? അല്ല, വണ്ടി ഇടിച്ചില്ല. വണ്ടി ഇങ്ങനെ പോയപ്പോ വണ്ടിയുടെ കാറ്റടിച്ച് താഴെ പോയി. അമ്മച്ചി ഈ വയസ്സാങ്കാലത്ത് എന്തിനാ കാറ്റടിക്കാൻ പോണ വണ്ടിക്കൊക്കെ? വയസ്സാങ്കാലത്ത് എന്തിനാ അമ്മച്ചി കാറ്റടിക്കുന്നേ? ഈ കാറ്റടിച്ചെന്ന് പറഞ്ഞാൽ ഊതിയാണോ കാറ്റടിച്ചത് അതോ പമ്പ് വെച്ചിങ്ങനെ വരണ്ടായിരുന്നു. അങ്ങനെ കാറ്റടിച്ചിട്ടല്ല, പിന്നെ? ഞാനൊരു 160 സ്പീഡിൽ പതുക്കെ പോയിരുന്നു. അപ്പൊ അതിന്റെ വണ്ടർ സ്പീഡിന്റെ ഒരു കാറ്റില്ലേ, ആ കാറ്റടിച്ചിട്ട് അമ്മിച്ചി തെറിച്ചു വീണു. ഓവർ സ്പീഡ്. ഓവർ സ്പീഡ്. അപ്പൊ കേസെടുക്കേണ്ടി വരും. കേസെടുക്കേണ്ടി വരും. സാറേ, നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തു തന്നെ. ബുക്ക് ഉണ്ട്, പേപ്പർ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കണ്ട്. ഇവനെന്ത് മണ്ടറാണ് നീയൊക്കെ ഇത്രയും വലിയ സെറ്റപ്പിൽ നടക്കണ്ട. ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞ പോലെയാണ്. ബുക്കുണ്ട്, പേപ്പർ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കണമെന്ന്. എടാ മണ്ട, ആ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയ പോരെ, അപ്പൊ ബുക്കും പേപ്പറും ആയില്ലേ? അല്ല സാറേ, ഇതിനും പേര് ഇതായിരുന്നു. ഇനി നിന്റെ പേര് ഞാൻ കേസെടുക്കും കേട്ടാ. അതെ, നിന്റെ പേര് കേസെടുക്കും ഞാൻ ഉറപ്പായിട്ടും. അയ്യോ, കേസ് എടുക്കല്ലേ, എന്താ സീനാവും. ഞാൻ പുറത്ത് പോവാൻ മെഡിക്കൽ എടുത്താക്കിയാണ്. വിദേശത്തേക്ക് പോകാൻ വിളിക്കുന്ന പയ്യനാ. അല്ല, അങ്ങനെ പുറത്തേക്കല്ല. പിന്നെ 2 ദിവസമായിട്ട് വൈറ്റ് ചെയ്യുന്ന പോണില്ല. അപ്പൊ മെഡിസിൻ കഴിച്ചിരിക്കുകയാണ്. അതിൽ ഞാൻ മൂഡ് നോക്കി പിടിച്ചു കൊടുക്കണത്. ഇവിടെ നിന്നാ സീനായി പോവാണ്. നടക്കിയല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ല സാറേ, കോംപ്രമൈസ് ചെയ്യണം നല്ലത്. കോംപ്രമൈസ് ചെയ്യല്ലേ? പിന്നെ കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസ് ചെയ്യാം. ഞാനേ അമ്മച്ചോട് സംസാരിക്കാം. അമ്മച്ചി, ഇവിടെ കിടന്ന മക്കളെ ഇവിടെ 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 അതേനെ, എടാ നീ പിന്നെ അമ്മച്ചീനെ ഇടിച്ചു തെറിപ്പിച്ച. ഞാൻ ഇടിച്ചിട്ടില്ലെന്ന് അമ്മച്ചിനോട് ചോദിച്ചു നോക്കിയേ. അമ്മച്ചി എന്താ ഇവിടെ നടക്കണ? അവിടെ നിറച്ചുറുമ്പ മക്കളെ നിന്ന് കരയാൻ പറ്റുന്നില്ല. ഞാൻ സമാധാനത്തോടെ ഇരിന്ന് കരയാലേ. കടയിൽ പോയിട്ട് ഒരു ഉറുമ്പിന്റെ ചോക്ക് മേടിച്ച് വട്ടം വരച്ച് അതിനകത്ത് ഇട്ട്, അല്ലെങ്കിൽ അമ്മച്ചിനെ ഇനിയും കാണാണ്ടാവും. അമ്മച്ചി, ഇവിടുത്തെ സംഭവം അറിഞ്ഞല്ലോ. നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോവാ. അപ്പൊ അമ്മച്ചിക്ക് എന്ത് കിട്ടണം? അയ്യോ, എനിക്ക് എന്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടാനുള്ള കിട്ടി. അപ്പൊ ഇനി കിട്ടാനുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കും എന്തെങ്കിലും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എന്ത് വർത്താനാണ് സാറേ? ഇവന്റെ പേരിൽ കേസെടുക്കാം. അപ്പൊ ഇവന്റെ ഇതെന്തെങ്കിലും കിട്ടുമല്ല. ഇവന്റെ വണ്ടിയെ നോക്കട്ടെ ഞാൻ. ആഹാ. അയ്യോ 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 അയ്യോ, എന്താ സാറേ? ഇത് എന്റെ മകന്റെ വണ്ടിയാ. സാറിന്റെ മോന്റെ വണ്ടിയാ? എന്റെ സ്വന്തം മകന്റെ വണ്ടി. അയ്യോ, എന്നിട്ട് മകൻ എവിടെ? എവിടെ മകനെ? അച്ഛാ, ഇതോ അച്ഛാ, ഇതോ അച്ഛാ, ഇതോ. അച്ഛാ, എവിടെയായിരുന്നു അച്ഛാ ഇത്രയും കാലം? എവിടെയായിരുന്നു അച്ഛാ ഇത്രയും കാലം? എന്നെ മനസ്സിലാക്കാൻ കേവലം ഒരു വണ്ടി നമ്പർ വേണ്ടി വന്നില്ല അച്ഛാ. അച്ഛനാരടുത്ത് ചോദിക്കുമ്പോ കേവലം ഒരു ക്ലൂ തന്ന് സമാധാനിപ്പിക്കുമായിരുന്നു എന്റെ പൊന്നപ്പച്ചി. ഇവനേതാ? എനിക്കറിയാമോ? ഇവൻ എന്റെ മകനൊന്നുമല്ല. സാറിന്റെ മോനപ്പോ ഏതാ? എന്റെ മോൻ ശത്രു. ആ, സ്വന്തം മോൻ വരെ ശത്രുവാണ്. എന്റെ മകൻ എന്റെ ശത്രുവാണെന്നല്ല പറഞ്ഞത്. എന്റെ മകന്റെ പേരാ ശത്രുഖാൻ. ആ, ശത്രുഘ്നൻ. സാറിന്റെ മോൻ ശത്രുഘ്നന്റെ വണ്ടി എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു? എങ്ങനെ വന്നു നിന്റെ കയ്യിൽ? ശത്രു എന്ന് പറഞ്ഞാൽ എന്റെ പിത്രല്ലേ, ചങ്കുപ്രോ. ഞാൻ അവന്റെ ഇപ്പോരാന്ന് പറഞ്ഞിട്ട് സ്കൂട്ടായിട്ട് എടുത്തിട്ടുണ്ടോന്നാണ്. അപ്പൊ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? സാറിന്റെ മോന്റെ പേരിലുള്ള വണ്ടിയാണ്, അവന്റെ പേരിൽ വേണം കേസെടുക്കാൻ. എന്റെ മകന്റെ പേര് കേസെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകന്റെ പേര് കേസ് എടുക്കത്തില്ല ഞാൻ. അതെന്താ സാറ് പോലീസായോണ്ടല്ലേ മകന്റെ പേര് കേസെടുക്കാത്തത്? അതല്ലെന്ന്. പിന്നെ ഈ വണ്ടി എന്റെ പേരിലാ. സാറിന്റെ പേര് കേസെടുക്കണം. അപ്പൊ സാറിന്റെ പേര് കേസെടുക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ആർക്കും ദോഷം വരാത്തൊരു കാര്യം പറയാം. ഈ കേസ് അങ്ങോട്ട് നമുക്ക് തേച്ച് മാറ്റി കളയാം. ഒരു വിഷയമില്ല. പൊക്കോ, എല്ലാരും പൊക്കോ. നടക്കൂല. എന്താ? ഈ കേസിൽ ഇപ്പൊ 2 സാക്ഷികളുണ്ട്. കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടിയല്ലോ. കിട്ടി. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങൾ സമ്മതിക്കും. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാ ഒരു വിഷയമില്ല. കിട്ടാനുള്ളത് കിട്ടണം. ഇങ്ങോട്ട് വാ. നീ പോടാ. ആരാ നീ? ഞാൻ ഉണ്ണിയേട്ടൻ. അപ്പൊ നീ ഇത്ര നാളെ പറ്റിക്കായിരുന്നല്ലേ? അല്ലെന്ന്. ഉണ്ണിയേട്ടൻ. അടി കിട്ടിയായിരുന്നു. നീ പോടാ. നീ എന്നാ കാണാൻ നിക്കോ? നീ പോ. അല്ല പിന്നെ പോലീസുകാരൻ്റെ കളി. അല്ല ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും പോടാ. ഒരു കുലിക്ക് സർബത്തും ഷാർജും കിട്ടി കഴിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് വെറുതെ അഭിനയിച്ച് തകർത്ത്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് വല്ലതും കലക്കി കുടിക്കാം. അമ്മേ.